നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ദില്ല മധു. നമുക്ക് റിപ്പോർട്ടുകളിലേക്ക് പോകാം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഈ കേസിൽ കുറ്റപത്രം വൈകുന്നതിൽ SITക്ക് ഇന്ന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് ഗുരുതര വിഷയമാണ് എന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിമർശിച്ചു. പൊതുജനങ്ങൾക്ക് അന്വേഷണത്തിൽ സംശയം ഉണ്ടാകുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കേസിലെ 12ാം പ്രതിയും സ്മാർട്ട് ക്രിയേഷൻ സിഇഒയുമായ പങ്കജ് ഭണ്ഡാരിയുടെ ജാമ്യഹർജി പരിഗണിക്കുന്ന വേളയിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിമർശനം. പ്രതികളെല്ലാവരും ഏറെക്കുറെ ജയിലിൽ 90 ദിവസം പൂർത്തിയാക്കുന്നു. പലർക്കും സ്വാഭാവിക ജാമ്യം ലഭിച്ചു. കുറ്റപത്രം ഉടൻ നൽകിയാൽ പ്രതികൾ സ്വാഭാവിക ജാമ്യത്തിൽ പോകുന്നത് തടയാനാകും. അല്ലാത്തപക്ഷം പൊതുജനങ്ങൾക്ക് അന്വേഷണത്തിൽ സംശയമുണ്ടാകുമെന്ന് ജസ്റ്റിസ് A. ബദറുദ്ദീൻ വിമർശിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ A. പത്മകുമാറിനെതിരെയുള്ള തെളിവ് ശേഖരണത്തിൽ SITക്ക് വീഴ്ച പറ്റിയെന്ന വിവരവും പുറത്തുവന്നു. സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയ മിനിറ്റ്സ് രേഖയുമായി ബന്ധപ്പെട്ട് 3 ദിവസം മുൻപ് മാത്രമാണ് A. പത്മകുമാറിന്റെ കൈയക്ഷര പരിശോധനയ്ക്കായി സാമ്പിൾ ശേഖരിച്ചത്. ഇതിനിടെ സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ കൈയക്ഷര പരിശോധനയ്ക്ക് കൊല്ലം വിജിലൻസ് കോടതിയിൽ SIT അനുമതി തേടി. കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ മൊഴി വീണ്ടും അന്വേഷണ സംഘം രേഖപ്പെടുത്തി. തിരുവനന്തപുരത്തിനൊപ്പം വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധവുമായി പ്രതിപക്ഷം. ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് 2 പ്രതിപക്ഷാംഗങ്ങൾ നിയമസഭാ കവാടത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചു. KPCCയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ ധർണയും നടത്തി. പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് അന്വേഷണം വൈകിപ്പിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. നിയമസഭ ആരംഭിച്ചപ്പോൾ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമ്മർദ്ദം SITയുടെ മേലെ ഉണ്ടാകരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിലാണ്. സാർ, ഞങ്ങൾ ആ സമരം തുടരുകയാണ്. കരുനാഗപ്പള്ളി MLA CR മഹേഷ്, പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം എന്നിവർ സഭാ കവാടത്തിൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചു. പ്രതിപക്ഷത്തിന്റെ സമരം സർക്കാരിനെതിരെയല്ല ഹൈക്കോടതിക്കെതിരെയാണെന്ന് മുഖ്യമന്ത്രി. ഹൈക്കോടതിയാണ് SITയുടെ കാര്യങ്ങൾ നോക്കുന്നതും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതും ഇടപെടുന്നതുമൊക്കെ. KPCCയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ പ്രതിഷേധത്തിൽ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു. രൂക്ഷ വിമർശനമാണ് നേതാക്കൾ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും നടത്തിയത്. ജയിൽ കിടക്കുന്ന പത്മകുമാറിനെയും വാസുവിനെയും പിണറായി വിജയനും MV ഗോവിന്ദനും മാർക്സിസ്റ്റ് പാർട്ടിയും സംരക്ഷിക്കുകയാണ്. ജില്ലാ കേന്ദ്രങ്ങളിൽ കളക്ടറേറ്റിലേക്കായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധ ധർണ. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും തമ്മിൽ വാക്പോര്. V ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ സ്കൂളിൽ പോകേണ്ട ഗതികേട് നമ്മുടെ കുട്ടികൾക്കുണ്ടായല്ലോ എന്ന് VD സതീശൻ പറഞ്ഞു. കേരള രാഷ്ട്രീയത്തിലെ അസത്യങ്ങളുടെ രാജകുമാരനാണ് VD സതീശൻ എന്നായിരുന്നു V ശിവൻകുട്ടിയുടെ മറുപടി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ സമരത്തിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കടന്നാക്രമിച്ചു. V ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കേണ്ട ഗതികേട് നമ്മുടെ കുട്ടികൾക്കുണ്ടായല്ലോ എന്ന് VD സതീശൻ. ഇത്രയും വിവരദോഷികളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മന്ത്രിസഭ ഈ കേരളത്തിന്റെ ചരിത്രത്തിലില്ല. എന്നിട്ട് നിയമസഭയിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പ്രതിപക്ഷത്തിന് ക്ലാസ് എടുക്കാൻ ആര്? മറ്റേ അണ്ടർവെയർ പുറത്ത് കാണിച്ച് മുണ്ടു മടക്കി കൊത്തി ഡെസ്കിന്റെ മുമ്പിൽ കയറിയിരുന്ന് ഈ സാധനം മുഴുവൻ തല്ലിപ്പൊളിച്ചെടുത്തതാണ്. നമുക്ക് ക്ലാസ് എടുക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി. എന്റെ പിള്ളേരെ ഓർത്ത് ഞാനിങ്ങനെ സങ്കടപ്പെടുക. എന്റെ പിള്ളേരെ ഇവരൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോ സ്കൂളിൽ പഠിക്കേണ്ട സ്ഥിതി നമ്മുടെ പിള്ളേർക്ക് ഉണ്ടായല്ലോ. കഷ്ടമെന്നല്ലാതെ എന്താ പറയാൻ. പിന്നാലെ തിരിച്ചടിച്ച V ശിവൻകുട്ടി രംഗത്തെത്തി. കേരള രാഷ്ട്രീയത്തിലെ അസത്യങ്ങളുടെ രാജകുമാരനാണ് VD സതീശൻ എന്നായിരുന്നു V ശിവൻകുട്ടിയുടെ മറുപടി. VD സതീശൻ പ്രകോപിതനായത് സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണമെന്ന് താൻ പറഞ്ഞതിന് പിന്നാലെയാണെന്നും V ശിവൻകുട്ടി പറഞ്ഞു. ഒരു പൊതുപ്രവർത്തകൻ മൈക്കിലൂടെ ഒരിക്കലും പ്രസംഗിക്കാൻ പാടില്ലാത്ത തരംതാണ വാക്കുകൾ ഉപയോഗിച്ചുമാണ് അദ്ദേഹത്തിൻ്റെ അണികളെ ആവേശപ്പെടുന്നതിന് വേണ്ടി പ്രസംഗം നടത്തിയത്. ഞാൻ RSSനെതിരായിട്ട് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലൊക്കെ തന്നെ സതീശൻ വള്ളിനിക്കർ ഇട്ടുകൊണ്ട് സ്കൂളിൽ പഠിക്കുക. അപ്പം അതുകൊണ്ട് അത്ര എണ്ണം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ നട്ടല് വളച്ച ആളിൻ്റെ പേര് ശിവൻകുട്ടി എന്നല്ലല്ലോ, അത് VD സതീശൻ എന്നാണ്. വിനായക് ദാമോദർ സതീശൻ.
കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങൾ തുടരുമെന്നാണ് ഇരു നേതാക്കളുടെയും പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് 24. നിർണായക വ്യാപാര കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. ഡൽഹിയിലെ ഉച്ചകോടിക്ക് ശേഷമാണ് വ്യാപാര സുരക്ഷാ കരാറുകളിൽ ഇരു കക്ഷികളും ഒപ്പുവെച്ചത്. പുതുയുഗത്തിന് തുടക്കമായെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം. ചരിത്രമുഹൂർത്തമെന്ന് യൂറോപ്യൻ യൂണിയൻ നേതാക്കളും പ്രതികരിച്ചു. കരാറിലൂടെ കയറ്റുമതി ചെയ്യുന്ന 90% ഉൽപ്പന്നങ്ങൾക്കും തീരുവ ഒഴിവായേക്കും. 2 പതിറ്റാണ്ടോളം നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ഉഭയകക്ഷി കരാറിൽ ഒപ്പുവയ്ക്കുന്നത്. അടുത്ത കാലത്ത് ഇരു കക്ഷികൾക്കിടയിൽ പ്രഖ്യാപിക്കപ്പെട്ട സുപ്രധാന കരാറാണിത്. ഇന്ത്യയിൽ നിന്ന് യൂറോപ്യൻ യൂണിയനിലേക്ക് കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും തീരുവയിൽ ഇളവ് നൽകും. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയും തീരുവ ഇളവ് നൽകും. സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ടതോടെ പുതിയ യുഗത്തിന് തുടക്കമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. आज भारत ने अपने इतिहास का अब तक का सबसे बड़ा फ्री ट्रेड एग्रीमेंट संपन्न किया है. മദർ ഓഫ് ഓൾ ഡീൽസ് യാഥാർത്ഥ്യമായെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർലൈൻ. We did it. We delivered the mother of all deals. This trade will integrate further our supply chain and strengthen our joint manufacturing power. It will cut up to 4 billion euros in annual tariffs for exporters of all sizes. And it will create good jobs for millions of workers. പ്രതിരോധ രംഗത്ത് തന്ത്രപ്രധാന സഹകരണമാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ലക്ഷ്യമിടുന്നത്. 27 രാജ്യങ്ങളടങ്ങുന്നതാണ് യൂറോപ്യൻ യൂണിയൻ. കരാർ ഇന്ത്യയുടെ 1.4 ബില്യൺ ജനങ്ങൾക്കും യൂറോപ്യൻ രാജ്യങ്ങളിലെ കോടിക്കണക്കിന് ആളുകൾക്കും വലിയ അവസരങ്ങളുണ്ടാക്കും. വസ്ത്രം, രത്നങ്ങൾ, ആഭരണങ്ങൾ, തുകലുൽപ്പന്നങ്ങൾ തുടങ്ങിയ മേഖലകളെ ശക്തിപ്പെടുത്തും. ഇതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാരബന്ധം കൂടുതൽ ശക്തമാകുമെന്നാണ് പ്രതീക്ഷ. അതിനിടെ കരാറിലൊപ്പിട്ട യൂറോപ്യൻ യൂണിയനെതിരെ അമേരിക്ക രംഗത്തെത്തി. ഇന്ത്യയുമായി കരാറിലെത്തുന്നത് വഴി റഷ്യയ്ക്ക് സഹായം നൽകുന്നുവെന്നാണ് വിമർശനം. ന്യൂസ് ഡെസ്ക് 24. കണാമ്പോട്ടുത്സവം. CPIMിലേക്കെന്ന അഭ്യൂഹങ്ങൾ തള്ളി ഡോക്ടർ ശശി തരൂർ MP. ദുബായിലെ ചർച്ച മാധ്യമ സൃഷ്ടിയാണ്. പറയാനുള്ളത് പാർട്ടി നേതൃത്വത്തോട് പറയും. കോൺഗ്രസുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന ചോദ്യത്തോട് സമയം വരുമ്പോൾ സംസാരിക്കാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അതിനുള്ള അവസരം വരുമെന്നാണ് വിശ്വാസമെന്നും ഡോക്ടർ ശശി തരൂർ MP പറഞ്ഞു. നോക്കൂ, ഒന്നാം കാര്യം, ഇത് ഈ മാധ്യമങ്ങൾ നിങ്ങളുടെ ഹിന്ദിയിൽ പറയുമ്പോൾ റോസി റോട്ടിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും എന്നാണ് മനസ്സിലാക്കിയത്. ഞാൻ പറയാനുള്ള വിഷയങ്ങളൊക്കെ എൻ്റെ പാർട്ടി നേതൃത്വത്തോടെ നേരിട്ട് പറയുള്ളൂ. അതിൻ്റെ അവസരം വരും, എനിക്കൊരു സംശയമില്ല. പാർലമെന്റ് സമയത്തോടെ എല്ലാവരും ഉണ്ടല്ലോ. അല്ല, ഞാൻ പങ്കെടുക്കാത്ത കാരണം അതാണ്. അവരെന്നെ ക്ഷണിക്കുന്നത് ഇന്നലെയോ മിനിങ്ങാന്നുമായിരുന്നു. അപ്പോഴേക്കും ഞാൻ ടിക്കറ്റ് മേടിച്ച് കഴിഞ്ഞ് ദുബായിൽ തിരിച്ചു വരാൻ. പാർലമെന്റ് നാളെ കാര്യം ഞാൻ ഡൽഹിക്കാണ് ടിക്കറ്റ് മേടിച്ചത്. അപ്പോൾ തിരുവനന്തപുരത്തും ഇതും ഇവിടെ ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇത് വേറെ ഒരു പ്രശ്നമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MP-മാർ മത്സരിക്കേണ്ടെന്ന് KPCC തിരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ഭൂരിപക്ഷാഭിപ്രായം. സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി AICCക്ക് കൈമാറുന്നതുവരെയുള്ള പ്രവർത്തനങ്ങൾക്ക് KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും തിരഞ്ഞെടുപ്പ് സമിതി യോഗം ചുമതലപ്പെടുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിനുള്ള പ്രാരംഭ ചർച്ചകൾക്ക് തുടക്കമിട്ട് കോൺഗ്രസ്. KPCC ആസ്ഥാനമായി ഇന്ദിരാഭവനിൽ ചേർന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ MP-മാർ മത്സരിക്കേണ്ടെന്ന് ഭൂരിപക്ഷ അഭിപ്രായം. MP-മാർ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കേണ്ട, സ്ഥാനാർത്ഥിത്വത്തിനായി പ്രവർത്തിക്കുകയും വേണ്ട, തർക്കങ്ങളില്ലാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കണമെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. K. സുധാകരൻ, അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ള MP-മാർ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ പങ്കെടുത്തെങ്കിലും ആരും എതിരഭിപ്രായം പറഞ്ഞില്ല. ആർക്കെങ്കിലും ഇളവ് നൽകണോ എന്ന കാര്യം അന്തിമമായി തീരുമാനിക്കുക AICC നേതൃത്വമായിരിക്കും. സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി AICCക്ക് കൈമാറുന്നതുവരെയുള്ള പ്രവർത്തനങ്ങൾക്ക് KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചുമതലപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് സമിതി അംഗങ്ങൾക്കും പേരുകൾ നിർദ്ദേശിക്കാം. ജില്ലാ നേതൃത്വങ്ങളുമായി പ്രത്യേകം ചർച്ച നടത്തും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ നേതാക്കളുമായി KPCC നേതൃത്വം ഇന്നു ചർച്ച നടത്തും. പ്രതിപക്ഷ നേതാവ് നേതൃത്വം നൽകുന്ന കേരള യാത്രയ്ക്ക് മുന്നോടിയായി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരെ നേരിൽ കണ്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ. മാർത്താമ സഭയുടെ മെത്രാപ്പൊലിത്തയെയും കാഞ്ഞിരപ്പള്ളി രൂപത മെത്രാനെയുമാണ് മറിയ ഉമ്മൻ കണ്ടത്.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ മറിയ ഉമ്മൻ ജനവിധി തേടുമെന്ന അഭ്യൂഹം ശക്തമാണ്. ഇതിനിടെയാണ് മറിയ ഉമ്മൻ വിവിധ ക്രൈസ്തവ സഭാധ്യക്ഷന്മാരെ നേരിൽ കണ്ടത്. കഴിഞ്ഞ ദിവസം രാവിലെ തിരുവല്ലയിലെ മാർത്തോമ സഭയുടെ ആസ്ഥാനത്തെത്തി തിയഡോഷ്യസ് മെത്രാപ്പൊലീത്തയുമായി 1 മണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ വൈകിട്ട് കാഞ്ഞിരപ്പള്ളി സിറോ മലബാർ സഭ ആസ്ഥാനത്ത് മറിയ ഉമ്മൻ എത്തി. ജോസ് പുളിക്കൽ മെത്രാനുമായും ആശയവിനിമയം നടത്തി. വിവിധ പരിപാടികളുടെ ഭാഗമായിട്ടാണ് പലയിടങ്ങളിലും മറിയ ഉമ്മൻ എത്തിയതെങ്കിലും സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച കാര്യങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഓർത്തഡോക്സ് സഭയുടെ തുമ്പമൺ ഭദ്രാസനാധിപനുമായും മറിയ ഉമ്മൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കുറവിലങ്ങാട് പള്ളിയിലുമെത്തി വൈദികരെ കണ്ടു. വൈദികരും മെത്രാപ്പൊലീത്തമാരും മറിയ ഉമ്മൻ സ്ഥാനാർത്ഥിയാകണമെന്ന് ആവശ്യപ്പെട്ടതായാണ് വിവരം. 24 പത്തനംതിട്ട. NDAയിൽ ചേർന്നതിനു പിന്നിൽ ED ഭീഷണി എന്ന ആരോപണം തള്ളുകയാണ് 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ്. കിറ്റക്സിന്റെ ഇടപാടുകളെല്ലാം സുതാര്യമാണ്. ED നൽകിയ നോട്ടീസിന് കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. നിയമലംഘനം തെളിഞ്ഞാൽ സ്ഥാപനം എഴുതിത്തരാമെന്നും തെറ്റായ വാർത്ത പ്രചരിപ്പിച്ച ചാനലിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സാബു എം ജേക്കബ് പറഞ്ഞു. ED അല്ല, ഇൻകം ടാക്സ് അല്ല, കസ്റ്റംസ് അല്ല, ഇങ്ങനെ അനേക നോട്ടീസുകൾ വരും ഒരു കമ്പനി പ്രവർത്തിക്കുമ്പോൾ. അപ്പോൾ അതൊരു വലിയൊരു കാര്യമായിട്ടാണ് കൊണ്ടുവരുന്നത്. അതെന്തിനാണ് അയച്ചത്, എന്ത് കാര്യമാണ്, അവർക്കത് കൊടുത്തു. അവർക്ക് ആവശ്യപ്പെട്ട ഡോക്യുമെൻറ്റ്സ് പൂർണ്ണമായിട്ടും കൊടുത്തു. $1 പോലും കിട്ടായ്കയില്ല. കാരണം ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞല്ലോ 33 വർഷം ഈ ഫാക്ടറി പ്രവർത്തിച്ചിട്ട് ഇതുവരെ ഒരു നിയമലംഘനത്തിന്, ഒരു സാമ്പത്തിക തിരിമറിക്ക് ഒരു പെനാൽറ്റിയോ ഒരു നടപടിയോ ഇതുവരെ ഈ കമ്പനിയുടെ മേലെ ഉണ്ടായിട്ടില്ല. ഞാൻ $1 വിദേശ ചട്ടലംഘനം നടത്തിയിട്ടും നിങ്ങൾ തെളിയിക്ക്, ഏതെങ്കിലും നിയമം ലംഘിച്ചിട്ടും നിങ്ങൾ തെളിയിക്ക്. ഞാൻ ഈ പരിപാടി ഉപേക്ഷിച്ച് ആ കമ്പനി എഴുതി തരാം നിങ്ങൾക്ക്. ഇതുപോലെയുള്ള വ്യാജ പ്രസ്താവനകൾ തുടരുന്ന ചാനലിന് നാളെ 10 മണിക്കുള്ളിൽ നോട്ടീസ് ഇഷ്യൂ ചെയ്യും. നടപടി ഞങ്ങൾ സ്വീകരിക്കും. അതിനിടെ കോഴിക്കോട് LDF-ൽ അസ്വാരസ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ RJDയുടെ സമ്പൂർണ്ണ പരാജയത്തിന് കാരണം CPIM ആണെന്നാണ് RJDയുടെ ആരോപണം. CPIM LDF നേതൃത്വത്തിന് RJD പരാതി നൽകി. ഈ പരാതിയുടെ പകർപ്പ് 24 ലഭിച്ചു. കോഴിക്കോട് കോർപ്പറേഷനിൽ മത്സരിച്ച 4 RJD സ്ഥാനാർത്ഥികളെയും തോൽപ്പിക്കാനായി ഒരു വിഭാഗം CPIM നേതാക്കൾ പ്രവർത്തിച്ചുവെന്നാണ് RJDയുടെ ആരോപണം. 5 CPIM നേതാക്കളുടെ പേരുൾപ്പെടുത്തി RJD CPIM ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകി. RJDയുടെ സീറ്റിൽ CPIM സ്ഥാനാർത്ഥിയെ അടിച്ചേൽപ്പിച്ചു. CPIM പ്രാദേശിക നേതാവിന്റെ താൽപര്യാർത്ഥം വാർഡ് വിഭജനത്തിൽ ക്രമക്കേട് നടന്നു. RJD സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യരുത് എന്ന ആഹ്വാനം വരെ ഉണ്ടായി തുടങ്ങിയ ആരോപണങ്ങളാണ് RJD പരാതിയിൽ പറയുന്നത്. കാരപ്പറമ്പ്, നടക്കാവ്, മൂന്നാലിങ്കൽ, മാവൂർ റോഡ് എന്നീ വാർഡുകളിലാണ് RJD സ്ഥാനാർത്ഥികൾ മത്സരിച്ചത്. ഈ 4 വാർഡുകളിലും RJD സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടു. അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ സുഹൃത്ത് ഫെന്നി നൈനാനെതിരെ നടി റിനി ആൻ ജോർജ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ 3ാമത്തെ പരാതിക്കാരിയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല. തന്റെ പേരവർ വ്യക്തിപരമായ സംഭാഷണങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല എന്നും റിനി ഫേസ്ബുക്കിൽ കുറിച്ചു. പിന്നണി ഗാനരംഗത്ത് നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് പ്രശസ്ത ബോളിവുഡ് ഗായകൻ അരിജിത് സിംഗ്. ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയായിരുന്നു പ്രഖ്യാപനം. വർഷങ്ങളോളം തനിക്ക് നൽകിയ പിന്തുണയ്ക്കും സ്നേഹത്തിനും താരം നന്ദി അറിയിച്ചു. 38-ാം വയസ്സിലാണ് സംഗീത ലോകത്തെയും ആരാധകരെയും അമ്പരപ്പിച്ച ഈ വിരമിക്കൽ പ്രഖ്യാപനം. പിന്നണി ഗാനരംഗത്ത് നിന്ന് മാത്രമേ പിന്മാറ്റമുള്ളൂവെന്നും സംഗീത മേഖലയിൽ തുടരുമെന്നും അരിജിത് സിംഗ് വ്യക്തമാക്കി. ഇൻഡിപെൻഡന്റ് മ്യൂസിക്കുമായി അരിജിത് തുടരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. 2012-ൽ പുറത്തിറങ്ങിയ ഏജന്റ് വിനോദ് എന്ന ബോളിവുഡ് ചിത്രത്തിലൂടെയാണ് പിന്നണി ഗാനരംഗത്തേക്ക് ഇദ്ദേഹത്തിന്റെ അരങ്ങേറ്റം. 2013-ൽ പുറത്തിറങ്ങിയ ആഷിഖി 2 എന്ന ചിത്രത്തിലെ തും ഹി ഹോ എന്ന ഗാനത്തിലൂടെ പ്രശസ്തിയിലേക്ക് ഉയർന്നു. പയ്യന്നൂർ ഫണ്ട് തട്ടിപ്പ് വിഷയം ഉന്നയിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇന്ന് നിയമസഭ ബഹിഷ്കരിച്ചു. CPIM-നെ പ്രതിരോധത്തിലാക്കിയതുകൊണ്ടാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നിരാകരിച്ചത് എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം. സ്പീക്കർ അനീതിയാണ് കാട്ടിയത് എന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. അടിയന്തര പ്രാധാന്യമുള്ള വിഷയം അല്ലാത്തതുകൊണ്ടാണ് നോട്ടീസിന് അനുമതി നൽകാതിരുന്നത് എന്നാണ് സ്പീക്കറുടെ വിശദീകരണം. രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ് നേരിട്ട് അടിയന്തര പ്രമേയ നോട്ടീസിനെ വിഷയമാക്കിയാൽ അനുമതി കിട്ടില്ലെന്ന് മനസ്സിലാക്കി പ്രതിപക്ഷം തന്ത്രപരമായ നീക്കമാണ് നടത്തിയത്. ഫണ്ട് വെട്ടിപ്പിനെതിരെ പയ്യന്നൂർ MLAയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചത് ചർച്ച ചെയ്യണമെന്നായിരുന്നു റൂൾ 50 പ്രകാരമുള്ള നോട്ടീസിലെ ആവശ്യം. എന്നാൽ അതും സ്പീക്കർ നിരാകരിച്ചു. പയ്യന്നൂരിൽ പ്രതിഷേധം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ CPM പ്രവർത്തകർ മർദ്ദിച്ചു, പരിക്കേൽപ്പിച്ചു എന്ന് പറയപ്പെടുന്ന സംഭവത്തെ സംബന്ധിച്ചാണ്. ചട്ടം 50 പ്രകാരം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ പര്യാപ്തമായ അടിയന്തര പ്രാധാന്യമില്ലാത്തതിനാൽ പ്രസ്തുത നോട്ടീസ് പരിഗണിക്കുവാൻ നിർവാഹമില്ലെന്ന് അറിയിക്കുന്നു.
നോട്ടീസ് തള്ളിയതോടെ പ്രതിപക്ഷം പ്രതിഷേധവുമായി എഴുന്നേറ്റു. അവിടേക്ക് മാർച്ച് നടക്കുന്ന ആളുകളെ പുറകിൽ നിന്ന് വന്ന് സ്ത്രീകളടക്കമുള്ള ആളുകളെ കുറുവടികളുമായി ആക്രമിച്ച് നിരവധി പേര് ആശുപത്രിയിൽ കിടക്കുകയും ഇവരെയെല്ലാം കൊന്നൊടുക്കുമെന്ന് CPM നേതാക്കൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഗൗരവതരമായ ഒരു വിഷയം ഈ സഭയിലല്ലാതെ പിന്നെ എവിടെ പോയി പറയും? ഈ സഭ സമർപ്പിക്കുമ്പോൾ അന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് പ്രൊവിഷന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനകത്ത് അടിയന്തര പ്രാധാന്യമില്ലെന്ന് പറഞ്ഞത്? പ്ലക്കാർഡുകളും മുദ്രാവാക്യം വിളികളുമായി സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങിയ പ്രതിപക്ഷം വൻ പ്രതിഷേധമുയർത്തി. പ്രതിഷേധം അവഗണിച്ചും നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു സ്പീക്കറുടെ ശ്രമം. ഒടുവിൽ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തിറങ്ങി. CPM മുഖ്യമന്ത്രിയും പ്രതിരോധത്തിലാകുമെന്ന് ബോധ്യം വന്നതിനെ തുടർന്നാണ് സ്പീക്കറെ ഉപയോഗിച്ചത് ചെയ്തത്. അനീതിയാണ് സ്പീക്കർ ചെയ്തത്. നിയമവിരുദ്ധ റൂൾസ് ഓഫ് പ്രൊസീജിയറിന് വിരുദ്ധമായിട്ടാണ് ചെയ്തത്. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വെളിപ്പെടുത്തിയ കുഞ്ഞികൃഷ്ണന്റെ ജീവനെ ഭീഷണിയുണ്ടെന്നും സർക്കാർ സംരക്ഷണം നൽകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കുഞ്ഞികൃഷ്ണന് UDF പിന്തുണ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ പരസ്യമായി മദ്യപിച്ച ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുള്ള ഉത്തരവ് പുറത്തിറങ്ങി. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടേതാണ് നടപടി. അധികാര ദുർവിനിയോഗവും അച്ചടക്ക ലംഘനവുമാണ് നടന്നതെന്ന് സൈബർ ACPയുടെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം വിളപ്പിൽശാല സർക്കാർ ആശുപത്രിക്കെതിരായ ചികിത്സാ നിഷേധ പരാതിയിൽ ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ്. ആരോഗ്യവകുപ്പിനെ താറടിച്ചു കാണിക്കാൻ ശ്രമമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞു. തിരുവനന്തപുരം മലയൻകീഴിൽ വീണ ജോർജിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. ബിസ്മിറിന് വിളപ്പിൽശാല സർക്കാർ ആശുപത്രി ചികിത്സ നിഷേധിച്ചിട്ടില്ലെന്നാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കൈമാറിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഓക്സിജൻ നൽകിയാണ് മെഡിക്കൽ കോളേജിലേക്ക് രോഗിയെ അയച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ആരോഗ്യമന്ത്രി വീണ ജോർജിന് റിപ്പോർട്ട് കൈമാറും. ജില്ലാ മെഡിക്കൽ ഓഫീസർ, അഡീഷണൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നിവർ അടങ്ങിയ സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് ക്രോഡീകരിച്ചാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് സമർപ്പിച്ചത്. വിളപ്പിൽശാല ആരോഗ്യ കേന്ദ്രത്തിലെത്തി ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. നിർണായക CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് അന്വേഷണം പ്രഖ്യാപിച്ചത്. ആരോഗ്യമേഖലയെ തകർക്കാൻ ശ്രമമെന്ന് വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞു. സർ, കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ വളരെ ആസൂത്രിതമായി ആക്രമിക്കുന്നതിന് വേണ്ടി, കരുതേച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത്. പക്ഷേ സാർ, ഇതിൽ ഒരു കാര്യമുണ്ട്. ഇത് സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമായിട്ടുള്ള ചികിത്സ സൗജന്യമായി നൽകുന്നതിനാണ് ശ്രമിക്കുന്നത്. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയും അന്വേഷണവും കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് മരിച്ച ബിസ്മിറിന്റെ കുടുംബം ഗവർണർക്ക് പരാതി നൽകി. അതേസമയം ആരോഗ്യമന്ത്രി വീണ ജോർജിനെ തിരുവനന്തപുരം മലയൻകീഴിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. 24 തിരുവനന്തപുരം. പാലക്കാട് വടക്കഞ്ചേരി ആയക്കാട് വീട്ടിൽ നിർത്തിയിട്ട കാറിന് തീപിടിച്ചു. ആയക്കാട് ഹരിഹരന്റെ ഉടമസ്ഥതയിലുള്ള കാറാണ് കത്തിനശിച്ചത്. വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. അഗ്നിരക്ഷാസേന എത്തിയാണ് തീയണച്ചത്. ഷോർട്ട് സർക്യൂട്ടാകാം തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി ലഭിച്ച പത്മവിഭൂഷൺ സ്വീകരിക്കുന്നതിൽ CPIM-ൽ ആശയക്കുഴപ്പം. VS ജീവിച്ചിരുന്നെങ്കിൽ അവാർഡ് സ്വീകരിക്കുന്ന രീതിയില്ല എന്ന് പറയുമായിരുന്നുവെന്ന് ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. കുടുംബത്തിന്റെ നിലപാടിനൊപ്പമാണ് പാർട്ടിയെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരത്തെ പറഞ്ഞത്. പാർട്ടി നിർദ്ദേശമനുസരിച്ച് തീരുമാനമെടുക്കുമെന്ന് VSന്റെ മകൻ VA അരുൺകുമാറും വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ VS അച്യുതാനന്ദന് പത്മവിഭൂഷൺ പുരസ്കാരം പ്രഖ്യാപിച്ചതു മുതൽ CPIM-നുള്ള ആശയക്കുഴപ്പമാണ് ഇപ്പോഴും തുടരുന്നത്. പത്മ പുരസ്കാരം സ്വീകരിക്കുന്നതിൽ VS അച്യുതാനന്ദന്റെ കുടുംബത്തിന്റെ നിലപാടിനൊപ്പം പാർട്ടി നിൽക്കുമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അന്ന് പറഞ്ഞത്. CPIM-ന്റെ മറ്റ് നേതാക്കൾ പത്മ പുരസ്കാരം വേണ്ടെന്ന് വെച്ചത് അവരുടെ വ്യക്തിപരമായ തീരുമാനമാണെന്നും VS ജീവിച്ചിരിപ്പില്ലാത്തതിനാൽ കുടുംബത്തിന്റെ നിലപാടിനൊപ്പമാണെന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ചിരുന്നു. VSന്റെ കുടുംബം അത് സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എന്ന രീതിയിൽ ഇവിടെ ആധികാരികമായിട്ടുള്ളത് കുടുംബമാണ്. കുടുംബത്തിൻ്റെ സന്തോഷത്തോടെയുള്ള സ്വീകരണത്തെ ഞങ്ങൾ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. കുടുംബത്തിൻ്റെ സന്തോഷത്തോടൊപ്പം ഞങ്ങളും അവ സന്തോഷത്തിൽ പങ്കുചേരുക. എന്നാൽ VS അച്യുതാനന്ദൻ ജീവിച്ചിരുന്നെങ്കിൽ പത്മവിഭൂഷൺ അവാർഡ് സ്വീകരിക്കുന്ന രീതിയില്ല എന്ന് പറയുമായിരുന്നുവെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. പുരസ്കാരം സ്വീകരിക്കുന്നതിൽ തീരുമാനം ജനറൽ സെക്രട്ടറി കുടുംബത്തിന് വിട്ടു. VS ജീവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? തന്നെ തെരഞ്ഞെടുത്തതിന് നന്ദി പറഞ്ഞിട്ട് പക്ഷേ ഞങ്ങളിങ്ങനെ ഒരു അവാർഡ് സ്വീകരിക്കുന്ന രീതിയില്ല എന്ന് VS പറയുമായിരുന്നു. അതിനി വാങ്ങണോ വേണ്ടയോ എന്നുള്ള രണ്ടാമത്തെ ഭാഗമുണ്ട്. ആ രണ്ടാമത്തെ ഭാഗം എന്ത് വേണമെന്നുള്ളത് കുടുംബം ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. ഇതോടെ പത്മ പുരസ്കാരം വാങ്ങുന്ന കാര്യത്തിലുള്ള തീരുമാനം VSന്റെ കുടുംബത്തിന്റെ നിലപാട് അനുസരിച്ചായിരിക്കും.
പാർട്ടി നിർദ്ദേശം അനുസരിച്ചായിരിക്കും തീരുമാനമെന്ന് VSന്റെ മകൻ VA അരുൺകുമാർ പുരസ്കാര പ്രഖ്യാപനം നടന്ന അന്ന് പ്രതികരിച്ചിരുന്നു. പുതിയ സാഹചര്യത്തിൽ പാർട്ടിയും VSന്റെ കുടുംബവും ഇക്കാര്യത്തിൽ വീണ്ടും ആശയവിനിമയം നടത്തും. അതിനിടെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ പുരസ്കാരം നൽകിയ കേന്ദ്ര സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് നിവേദനം നൽകി. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ RS ശശികുമാറാണ് നിവേദനം നൽകിയത്. ന്യൂസ് ഡെസ്ക് 24. പയ്യന്നൂർ വിവാദത്തിൽ ചില അനുനയ നീക്കങ്ങൾ CPM-ൽ ഉണ്ടാകുന്നു. ജില്ലയിലെ മുതിർന്ന നേതാവ് P. ജയരാജൻ ഇപ്പോൾ അനുനയ നീക്കവുമായി എത്തിയിരിക്കുകയാണ്. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണം ഉന്നയിച്ച മുൻ ജില്ലാ കമ്മിറ്റി അംഗം V. കുഞ്ഞികൃഷ്ണൻ അനുകൂലമായി പ്രകടനം നടത്തിയ പ്രസന്നന്റെ വീട്ടിലാണ് അദ്ദേഹം എത്തിയത്. അജീഷ് ജയകുമാറാണ് വിവരങ്ങളുമായി ചേരുന്നത്. അജീഷ്, ഇന്ന് പ്രസന്നന്റെ ബൈക്ക് ഇന്ന് രാവിലെ കത്തിയ നിലയിൽ കണ്ടെത്തിയിരുന്നു. എപ്പോഴാണ് P. ജയരാജൻ എത്തിയത്? ഈ ചർച്ചകൾ പൂർത്തിയായോ? ഇന്ന് CPM നേതൃത്വം ഇന്ന് പയ്യന്നൂർ മേഖലയിൽ ഒരു വിശദീകരണ യോഗം തന്നെ വിളിച്ചിരുന്നു. പാർട്ടി അണികളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു അവരുടെ നീക്കം. എന്താണ് സംഭവിച്ചത്? V. കുഞ്ഞികൃഷ്ണന്റെ ആരോപണങ്ങൾ തെറ്റാണെന്ന് പാർട്ടി അണികളെയും അതേപോലെ തന്നെ ഭാരവാഹികളെയും ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു അതിന്റെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്നലെ ഈ കുഞ്ഞികൃഷ്ണന് അനുകൂലമായിട്ട് പയ്യന്നൂരിൽ പ്രകടനം നടത്തിയ നിരവധി പേർ ഇവരുടെ വീടുകളിൽ സന്ദർശനം നടത്താൻ തീരുമാനിച്ചത്. ഇന്നലെ രാത്രി തന്നെയാണ് ഈ അനുകൂല പ്രകടനം നടത്തിയ അതിൽ നേതൃത്വം നൽകിയ പ്രസന്നൻ എന്നയാളുടെ വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് അജ്ഞാതർ കത്തിച്ചത്. ഇതിന് പിന്നിൽ CPM പ്രവർത്തകരാണെന്നവർ ആരോപിക്കുകയും ചെയ്തിരുന്നു. രാത്രി വീടിന് പുറത്ത് വെച്ചിരുന്ന ബൈക്ക് തള്ളി നീക്കി തൊട്ടടുത്തുള്ള ഒരു പറമ്പത്ത് കൊണ്ടിട്ടായിരുന്നു കത്തിച്ചത്. ഇതിനെതിരെ വലിയൊരു പ്രതിഷേധവും ഉണ്ടായിരുന്നു. വലിയ അമർഷം തന്നെ അനുകൂലിക്കുന്നവർക്ക് ഉണ്ടായിരുന്നു. ഇത് CPM പ്രവർത്തകരാണെന്നാണ് അവർ ആരോപിക്കുന്നത്. ആ പ്രസന്നന്റെ വീട്ടിലാണ് P. ജയരാജൻ തന്നെ എത്തിയത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ P. ജയരാജന് വലിയ സ്വാധീനം തന്നെ ഉള്ള നേതാവ് കൂടിയാണ്. പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടറി അല്ലെങ്കിൽ പോലും, പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ലെങ്കിൽ പോലും കണ്ണൂർ ജില്ലയിൽ P. ജയരാജന് പ്രത്യേകം ഒരു അണികൾക്കിടയിൽ പ്രത്യേക ഒരു സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് P. ജയരാജനെ തന്നെ ഇറക്കി ഈ അനുകൂലിച്ച് പ്രകടനം നടത്തിയവരെ സ്വാധീനിക്കാൻ, അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത്. അതിന്റെ ഭാഗമായിട്ടാണ് പ്രസന്നന്റെ വീട്ടിലെത്തിയത്. കൂടാതെ കുഞ്ഞികൃഷ്ണന്റെ സഹോദരനായ V. നാരായണന്റെ വീട്ടിലും സന്ദർശനം നടത്തിയിരുന്നു. ഏരിയ സെക്രട്ടറിയും അതേപോലെ തന്നെ DYFIയുടെ ജില്ലാ ഏരിയ സെക്രട്ടറി, കൂടാതെ പയ്യന്നൂർ നഗരസഭ ചെയർമാൻ ആയിട്ടുള്ള സരിൻ ശശി എന്നിവരും ഈ പ്രസന്നന്റെ വീട്ടിൽ ഇന്ന് സന്ദർശനം നടത്തിയിരുന്നു. ശരി, അജീഷ് ജയകുമാറാണ് കണ്ണൂരിൽ വിവരങ്ങൾ നൽകിയത്. അണികളെ കൂടെ നിർത്താനുള്ള നീക്കത്തിൽ തന്നെയാണ് CPIM. ഇതോടെ ലേറ്റ് എഡിഷൻ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി.